നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് പെൻസ് ഉണ്ട്. ഇത് ബ്ലാക്ക് പെന്നും ഇത് ഓറഞ്ച് പെന്നുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മെസ്സേജസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് പെന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ പെൻ അനുസരിച്ചാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നുള്ള മെസ്സേജ്, യൂണിവേഴ്സിന് ഇപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് എന്താണെന്നാണ്. അപ്പോൾ ഏത് പെന്നാണോ നിങ്ങൾക്ക് ഡ്രോൺ ആയിട്ടുള്ളത് ആ പെൻ ചൂസ് ചെയ്യാം. ഇത് ഞാൻ ഈ കാർഡ്സ് വന്നിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മന്ത്സ് ഏതാണ്, നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന മന്ത്സ് ഏതാണെന്നും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ടീ ലീഫ് ഫോർച്യൂൺ കാർഡ്സ് ആണ്. ടീ ലീഫ് ഫോർച്യൂൺ കാർഡ്സിൻ്റെ മെസ്സേജസ് ആണുള്ളത്. ഇത് ഓറക്കിൾ കാർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇത് നോക്കാം അല്ലേ. ഇത് ബ്ലാക്ക് പെന്നാണ്. അപ്പോൾ ഇതിലെ കാർഡ്സ് എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഇതിലെ മന്ത്സ് എന്ന് പറയുന്നത് സെപ്റ്റംബറും ജൂണുമാണ്. ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് മന്ത്സ് ആയിട്ട് കാണിക്കുന്നത് സെപ്റ്റംബറും ജൂണും ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ് മന്ത്. ഇനി ഈ കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് കാർഡ് ഇയർ, നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു പുതിയ ന്യൂസ് അടുത്ത് തന്നെ കിട്ടാൻ സാധ്യതയുള്ളതായിട്ട് ഈ കാർഡ് പറയുന്നു. പുതിയതായിട്ട് ഒരു ന്യൂസ് നിങ്ങൾ സെപ്റ്റംബറിലോ ജൂണിലോ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ന്യൂസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്തെന്ന് പറയുന്ന റാറ്റ് ആണ്. സമ്മൺ വർക്കിംഗ് എഗെയിൻസ്റ്റ് ബിഹൈൻഡ് യുവർ ബാക്ക്. അപ്പോൾ നിങ്ങളുടെ പുറകിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആരോ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി ആരാന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ ഈ വ്യക്തി ആരാണെങ്കിലും അവരെ ശ്രദ്ധിച്ച് ഇരിക്കുക എന്നുള്ളതാണ് മെസ്സേജ്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഹെയ് സ്റ്റോക്ക് കർമ്മ യു വിൽ റീപ്പ് വാട്ട് യു ഹാവ് സോൺ. നിങ്ങൾ എന്താണോ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് അതനുസരിച്ചുള്ള കാർമിക് ലെസൺസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്. ഇനി നാലാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഡോഗ്സ് ആണ്. അതായത് ഗെറ്റിംഗ് ടുഗെദർ വിത്ത് ഫ്രണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് പോവുകയാണെന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഡെക്ക് എ എന്ന് പറയുന്നത്. കാണാമെന്ന് വിശ്വസിക്കുന്നു. സെപ്റ്റംബറിലോ ജൂണിലോ നിങ്ങൾക്കൊരു പുതിയ മെസ്സേജ് കിട്ടുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആരോ ഈ പറഞ്ഞ റാറ്റ് കണ്ടോ, റാറ്റ് ആരോ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഹെയ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള കർമ്മ, അത് പോസിറ്റീവോ നെഗറ്റീവോ ആവട്ടെ, അതിൻ്റെ ഫലം നിങ്ങൾ എന്തായാലും അനുഭവിക്കുന്നതാണ്. ഇനി ഡോഗ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇപ്പോൾ മീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് മീറ്റ് ചെയ്യാനുള്ള നല്ലൊരു സമയമാണ്. ഇനി നമുക്ക് പയൽ ബിയിലേക്ക് നോക്കാം. പയൽ ബിയുടെ ഇമ്പോർട്ടൻ്റ് മന്ത്സ് എന്ന് പറയുന്നത് ഒന്ന് ഫെബ്രുവരിയും മറ്റേത് ഏപ്രിലും ആണ്. പയൽ ബിക്ക് ഈ ഓറഞ്ച് പെന്നിന് ഫെബ്രുവരിയും ഏപ്രിലും ആണ്. നിങ്ങളുടെ കാർഡ്സ് എന്താണെന്ന് നോക്കാം. ബീറ്റിൽ അതായത് നിങ്ങൾക്കും ഗുഡ് ഫോർച്യൂൺ വരാനിരിക്കുകയാണ്. നിങ്ങൾക്കും അടുത്ത് തന്നെ ഒരു നല്ല ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം, നല്ല ഭാഗ്യമുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാതിരിക്കുകയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ക്ലബ്ബ് സമ്മൺ വിൽ ട്രൈ ടു മേക്ക് യു ഡു സംതിങ് എഗെയിൻസ്റ്റ് യുവർ വിൽ. നിങ്ങളുടെ ഇഷ്ടമില്ലാതെ നിങ്ങളെ ഫോഴ്സ്ഫുള്ളി ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ പോകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം പൈൽ 1A ഇതേപോലത്തെ ഗുഡ് ഫോർച്യൂൺ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഏകദേശം സിമിലർ മെസ്സേജ് തന്നെയായിരുന്നു. പക്ഷേ അതിൽ നമ്മൾ ഇയർ എന്നുള്ള ഇതിലാണ് പറഞ്ഞത്. ഇനി ഇതിലാണെങ്കിൽ പൈൽ എയിൽ നമ്മൾ പറഞ്ഞിട്ട് ആരോ നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ. അത് പൈൽ ബിയിലാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എഗെയിൻസ്റ്റ് നിങ്ങളെ കൊണ്ട് ആരോ എന്തോ കാര്യം ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, വാർണിംഗ് സൈനാണ്. ഇനി മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ബ്രോക്കൺ ബ്രിഡ്ജ് ആണ്. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ചൊരു നെഗറ്റീവ് മെസ്സേജ് ആണ് ഇതിൽ പറയുന്നത്. ആദ്യം ഒരു ഗുഡ് ഫോർച്യൂൺ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ എന്നാൽ കുറേ ജനറൽ മെസ്സേജ് ആണല്ലോ. അപ്പോൾ കാണുന്ന ചിലർക്കെങ്കിലും ഇതൊരു അൺസക്സസ്ഫുൾ ഔട്ട്കം ആണെന്ന് തോന്നുകയാണ്. പക്ഷേ ഒരു കാര്യത്തിലൊരു എൻഡിങ് ഉണ്ടായാൽ പുതിയൊരു ബിഗിനിങ് ഉണ്ടാവുള്ളൂ. മേ ബി നിങ്ങൾ വിചാരിച്ച കാര്യം എൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് മോശമായി തോന്നുന്നുണ്ട് എങ്കിൽ പോലും അതൊരു ഗുഡ് ഫോർച്യൂണിലേക്ക് നിങ്ങൾ നയിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നയിക്കുന്നുണ്ടാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത്. ലാസ്റ്റ് കാർഡെന്ന് പറയുന്നത് സീ ഹോഴ്സ് ആണ്. അപ്പോൾ ഫാമിലി മാറ്റേഴ്സ് ആയിരിക്കാം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാകുന്ന കാര്യം ഫാമിലി മാറ്റേഴ്സ് ആയിരിക്കാം. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ അധികം ഇതായിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല, ജസ്റ്റ് ഒരു ഈ കാർഡ് എനിക്ക് ഇന്ന് കിട്ടിയതാണ്. ഇന്ന് ആമസോൺ ഡെലിവറി ആയത്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ഓറക്കിൾ കാർഡ്സ് ആണ്. ഇത് ടീ ലീഫ് ഫോർച്യൂൺ കാർഡ്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.